പൂജാമുറിയിൽ വെക്കാൻ മനസ്സിലായി. എന്തൊക്കെ കാണണം കർത്താവേ എനിക്ക് അറിഞ്ഞൂടാ. രേണുവിന്റെ ചെരുപ്പും അതുപോലെ രേണുവിന്റെ കാലും വരെ പൂജാമുറിയിൽ വെക്കാൻ വേണ്ടി ആരാധകർ ചോദിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണല്ലേ ഇത് നടക്കുന്നത്? ഈ തമിഴ്നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ദൈവങ്ങൾ ഈ ആരാധന മൂത്തിട്ട് അവരെ ദൈവങ്ങളായിട്ട് വാഴിക്കുന്നതൊക്കെ. പക്ഷെ കേരളത്തിലും ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പിന്നെയാണെന്ന് തോന്നുന്നു രേണുവിന്റെ കാലിനൊക്കെ ഇത്രയധികം ആരാധകർ വന്നത്. എന്നാലും പൂജാമുറിയിലൊക്കെ വെക്കാൻ കാലിന്റെ ഫോട്ടോ ചോദിക്കുക, അതും ചെരുപ്പ് ചോദിക്കുക എന്നൊക്കെ പറയുന്നത് ഹോ ഭയങ്കരം തന്നെയല്ലേ. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ട് നോക്കാം. ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു ഗേൾഫ്രണ്ട് ആവാനൊക്കെ രേണുവിനോട് സാധിക്കുന്നുണ്ടോ? കുറെ സംസാരിക്കാനും ഗേൾഫ്രണ്ട് ആവാനും എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്നാലും ഞാൻ അവരുടെ ഇപ്പം വിഷമിച്ചിരിക്കുന്നവരടുത്തൊക്കെ സംസാരിക്കാറുണ്ട്, എല്ലാവരും സംസാരിക്കാറുണ്ട്. സമാധാനിപ്പിക്കാറുണ്ടോ? സമാധാനിക്കുക, ആശ്വസിപ്പിക്കുക അത്രേ. ഈ കാമുകിയൊന്നും ആകാൻ ഞാനില്ല, പക്ഷേ കാമുകമാരിട്ടിട്ട് പോയ കാമുകമാരെ ആശ്വസിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നോട് സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ നല്ല ആശ്വാസവും കിട്ടുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് കിച്ചു ഇതിനൊക്കെ പ്രതികരിക്കാതിരിക്കുന്നത്? തന്റെ അമ്മ എന്ന് പറഞ്ഞ് തന്നെയല്ലേ രേണു നടക്കുന്നത്. അപ്പൊ പിന്നെ കിച്ചു ഇതിന് പ്രതികരിക്കുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സബ്സ്ക്രിപ്ഷൻ ആണേ സംഭവം. കാശ് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ കാശ് കൊടുത്ത് കാണാൻ വന്നിരിക്കുന്നവർക്ക് ആവശ്യമുള്ളതൊക്കെ വേണം. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് എന്തൊക്കെയായിരിക്കും ആവശ്യമുള്ളത് കൊടുക്കാന്നുള്ളത് ഏകദേശം എല്ലാവർക്കും ഈ വാക്കുകളിൽ നിന്നെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ഭർത്താവ് മരിച്ച വിധവ എന്ന ലേബലിൽ ഭർത്താവിന്റെ പേരിൽ കുറേ കാശുകൾ പിരിച്ചെടുത്തു. അതിനുശേഷം ഭർത്താവിന്റെ ലേബലിൽ അഭിനയം തുടങ്ങി. കുട്ടികളെ നോക്കാൻ, വിധവയായതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്തിട്ട് സിമ്പതി ഒക്കെ പറ്റി. പക്ഷെ ഇപ്പൊ നടക്കുന്നതോ? എന്താണ് നടക്കുന്നത്? എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് വലിയ എന്തോ അപരാധം നമ്മൾ ചെയ്തതായിട്ട് ഇവരൊക്കെ പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ രേണു എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇതുവരെ ഉണ്ടാകുന്നതൊക്കെ വെറും പൊയ്മുഖമായിരുന്നൊന്നും കാണിക്കുന്നതൊക്കെ അമ്മാതിരി ചെറ്റത്തരമാണെന്നോ ഒക്കെ നമുക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ. കാല് ചോദിക്കാത്ത കാലിന്റെ ഫോട്ടോ ചോദിക്കുന്നു പൂജാമുറിയിൽ വെക്കാൻ എന്ന് പറഞ്ഞാൽ എന്തുവാ ഇത്? എനിക്കറിഞ്ഞൂടാ. ഇവിടെ രേണുവിനേക്കാൾ വലിയ വലിയ നടികളും ഒരുപാട് ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ചെറിയ ആൽബത്തിൽ അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് വരെ നല്ല റീച്ചും നല്ല ആരാധകരുണ്ട്. അവരുടെ ഒന്നും ചെരുപ്പോ കാലോ ഇതുവരെ ആരും ചോദിച്ചതായിട്ട് ഞാനിന്നും കേട്ടിട്ടില്ല. ഇതുപോലെ രേണുവിന്റെ ചെരുപ്പും രേണുവിന്റെ പാദവും വേറൊന്നും ചോദിക്കാതിരുന്നത് നന്നായി, പൂജാമുറി വെക്കാനേ. എന്നാലും കൊള്ളാം, സംഭവം കലക്കി. ഇതിനൊക്കെ പ്രതികരിച്ചാൽ നമുക്ക് കുറ്റം. ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന വിധവ, 2 മക്കളുള്ള അമ്മ, കുടുംബം നോക്കുന്ന ആള് ജീവിക്കാൻ വേണ്ടിയല്ലേ. ഇവിടെ വർഷങ്ങളായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാർ, ഭർത്താവില്ലാത്ത ആൾക്കാർ, മക്കളുള്ള ആൾക്കാർ, ഇങ്ങനെ പലരും. പക്ഷെ അവരാരും ഇത്തരത്തിലുള്ള പരിപാടി ചെയ്ത് ജീവിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അതൊക്കെ അന്തസ്സായിട്ട് വന്നിരുന്ന് മീഡിയയ്ക്ക് മുന്നിൽ പറയുന്നുണ്ടല്ലോ എന്നുള്ളതാ. ഒരുപക്ഷെ ഈ പറയുന്നത് പോലും നെഗറ്റീവ് ഇമേജ് കിട്ടാനും നമ്മളെ പോലുള്ള ആൾക്കാരെടുത്തിട്ട് റിയാക്ട് ചെയ്യാനും അതിന്റെ പേര് കുറച്ച് റീച്ച് കിട്ടാനും ആയിരിക്കാം. എപ്പോഴും രേണുസുതി എന്നുള്ള ആ ഒരു പേര് മാത്രം യൂട്യൂബ് ചാനലുകളിലും ഓൺലൈൻ മീഡിയകളിലും ഇങ്ങനെ തിളങ്ങി നിൽക്കണമല്ലോ. അതാണോ പുള്ളിക്കാരി ഇങ്ങനെ ഓരോന്ന് ഇട്ട് തരുന്നതെന്നും എനിക്കറിയില്ല. എന്തായാലും രേണുവിന്റെ ചെരുപ്പ് പൂജാമുറിയിൽ വെക്കാൻ കാലിന്റെ ഫോട്ടോ ഒക്കെ ചോദിച്ച ആരാധകനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലേ ചിന്തിക്കാനേ വയ്യ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്കും രേണുവിന്റെ കാലിന്റെ ഫോട്ടോ വേണോ വേണ്ടയോ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.